എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ മെയ് 2026 മാസത്തെ ഫലത്തെപ്പറ്റിയാണ്. മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ആദ്യം 8-ാം ഭാവത്തിലാണ്. മെയ് 15-ന് ശേഷം 9-ാം ഭാവത്തിലേക്ക് ബുധൻ രാശി മാറുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കൂടാതെ ശനിയും ചൊവ്വയും 7-ലാണ് നിൽക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്വാധീനിക്കുന്നുണ്ട്. വ്യാഴം 10-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം ഈ ഗ്രഹസ്ഥിതി വെച്ചിട്ട് ആദ്യം നിങ്ങളുടെ തൊഴിൽ എങ്ങനെ പോകും എന്ന് നോക്കാം. കന്നിരാശിക്കാർക്ക് മെയ് മാസം കരിയറിൽ വലിയൊരു വഴിത്തിരിവാണ് കാണുന്നത്. 10-ാം ഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നത് ജോലിസ്ഥലത്തെ മികച്ച അംഗീകാരമൊക്കെ നൽകും. പ്രത്യേകിച്ച് അധ്യാപന മേഖലയിലുള്ളവർ, അതുപോലെ കൗൺസിലിംഗ്, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെയധികം അനുകൂലമാണ്. മെയ് 15-ന് ശേഷം ബുധൻ 9-ാം ഭാവത്തിലേക്ക് മാറുന്നത് നിങ്ങളുടെ ഔദ്യോഗികമായ തീരുമാനങ്ങളെ കൂടുതൽ കൃത്യത ഉള്ളതാക്കുകയും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെയുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അതുപോലെ ജോലിസ്ഥലത്തെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. കരിയറിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തെ അനുകൂലമായ ദിവസങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഈ ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. മെയ് 15 വരെയൊക്കെ ബിസിനസ്സിൽ അല്പം ജാഗ്രതയൊക്കെ വേണം. 7-ാം ഭാവത്തിൽ ശനി ചൊവ്വയൊക്കെ സംയോഗം ചെയ്ത് നിൽക്കുന്നത് ബിസിനസ് പങ്കാളികളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പുതിയ നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ വലിയ കരാറുകളോ ഒക്കെ ഒപ്പിടാൻ മെയ് 15-നൊക്കെ ശേഷമുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പക്വതയോടെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ബിസിനസ്സിൽ നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാമ്പത്തികമായി നോക്കുമ്പോൾ ഭാഗ്യാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ നല്ലൊരു ലക്ഷണമാണ്. മെയ് 14 വരെ സാമ്പത്തിക കാര്യങ്ങളിലെ ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും തുണയ്ക്കുന്നതാണ്. വലിയ സാമ്പത്തിക ഇടപാടുകൾക്കും പുതിയ നിക്ഷേപങ്ങൾക്കുമൊക്കെ മെയ് 14 വരെയുള്ള സമയം വളരെ മികച്ചതാണ്. എങ്കിലും 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം അനാവശ്യമായ ചിലവുകളൊക്കെ പെട്ടെന്നൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമൊക്കെ ചിലവഴിക്കുമ്പോൾ അല്പം ചിന്തിച്ചൊക്കെ തീരുമാനമെടുക്കുക. പണം കൈകാര്യമൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നത് ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രതയൊക്കെ നൽകുന്നതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മെയ് മാസം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിർത്താൻ നിങ്ങളുടെ ഒരു പ്രത്യേക ഇടപെടലിൽ ഒക്കെ വളരെ പ്രധാനമാണ്. 7-ാം ഭാവത്തിൽ ശനി ചൊവ്വ സംയോഗം കാരണം കുടുംബാംഗങ്ങളുമായി, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ തെറ്റിദ്ധാരണകൾക്കൊക്കെ സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കുന്നത് ഗുണം ചെയ്യും. മെയ് 12-ന് ശേഷം കുടുംബത്തിലെ അന്തരീക്ഷമൊക്കെ കൂടുതൽ ശാന്തമാകുന്നതാണ്. അതുപോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. വീട്ടിലെ മുതിർന്നവരുമായിട്ടൊക്കെ കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കുന്നത് മനസ്സിന് കൂടുതൽ സമാധാനമൊക്കെ നൽകുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമെടുത്താൽ കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള സമയമാണ്. മെയ് 15-ന് മുൻപുള്ള ദിവസങ്ങളിൽ പഠനത്തിൽ ഏകാഗ്രതയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ പാഠഭാഗങ്ങളൊക്കെ ആവർത്തിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. പുതിയ കോഴ്സുകളിലൊക്കെ പ്രവേശന പരീക്ഷകളിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയ് 15-ന് ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ബുധന് 9-ാം ഭാവത്തിലേക്കൊക്കെ മാറുന്നത് നിങ്ങളുടെ ബുദ്ധിശക്തിയെയും തീരുമാനങ്ങളെയും ഒക്കെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മെയ് 15-ന് ശേഷമുള്ള സമയം കൂടുതൽ അനുകൂലമായി മാറുന്നതാണ്. അതുപോലെ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ പഠന നിലവാരമൊക്കെ ഉയരാൻ സഹായിക്കുന്നതുമാണ്. ഇനി കന്നിരാശിക്കാരുടെ ആരോഗ്യം മെയ്യിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. മെയ് 15 വരെ കന്നിരാശിക്കാർ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. രാശിയാധിപനായ ബുധൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. പ്രധാനമായും വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അസിഡിറ്റി പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് പുറത്തു നിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കി
വീട്ടിലെ ഭക്ഷണത്തിനൊക്കെ മുൻഗണന നൽകുക. അതുപോലെ യാത്രകളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. നല്ല ഉറക്കമൊക്കെ ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കാൻ യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. മെയ് 15-ന് ശേഷം ബുധന് 9-ാം ഭാവത്തിലേക്കൊക്കെ മാറും. അതോടുകൂടി ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇനി മെയ് മാസം എന്തൊക്കെ ഗ്രഹദോഷങ്ങളൊക്കെ മാറാൻ എന്തൊക്കെ പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മെയ് മാസം കൂടുതൽ ഗുണകരമാക്കാൻ ലളിതമായിട്ട് ചെയ്യേണ്ട പരിഹാരം എന്താണെന്നാണ് നോക്കുന്നത്. ബുധൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. തുളസിമാലയൊക്കെ മേടിച്ച് നൽകാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ ഗണപതി ഭജനം എല്ലാ ബുധനാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഗണപതിക്ക് കർഗമാലയൊക്കെ സമർപ്പിക്കുകയോ ചെയ്യുന്ന തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കാൻ സഹായിക്കുന്നതാണ്. പക്കപ്പിറന്നാൾ തോറും ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ശനിയുടെ ദോഷം കുറയ്ക്കാൻ ശനിയും ചൊവ്വയൊക്കെ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ദിവസവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ശനിയാഴ്ച തോറും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മെയ് മാസം നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെയധികം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.